ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ. കുറേ കാലങ്ങളായിട്ട് കുറേ പേര് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഒരു ആൻസർ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ എനിക്ക് വീഡിയോ ചെയ്യാൻ മടിയാണ്, ബട്ട് ഇന്നൊരു ബോറടിച്ചു, അതുകൊണ്ട് ശരി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. സോ ഞാൻ ഇപ്പം എന്തിനാണ് എണിച്ചേ? മൂന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. ഇടയ്ക്ക് ഇങ്ങനത്തെ ചെളിയൊക്കെ വരും. ഓക്കെ, സോ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, പക്ഷെ അതൊക്കെ ഇങ്ങനെ ചുരുക്കി പറയാതെ ഭയങ്കര കഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. സോ എനിക്കിപ്പോൾ കുറച്ചായിട്ട് എൻ്റെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞപ്പോഴും അതുപോലെ എൻ്റെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴും എൻ്റെ ഡാൻസൊക്കെ കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. കോമൺ ആയിട്ട് വരുന്ന കുറേയധികം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ളൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ ഒരു ജേണി ഡാൻസിലേക്ക് വന്നതിൻ്റെ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഡാൻസ് എനിക്ക് അത്ര ഈസി എളുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചു, ഡാൻസ് ടീച്ചറായി, അങ്ങനെയല്ല. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതും എൻ്റെ മാത്രം സ്ട്രഗിളല്ല, എൻ്റെ ഫാമിലിയുടെ മൊത്തം സ്ട്രഗിൾസ് അതിലുണ്ട്. അവരില്ലെങ്കിൽ ഇന്ന് ഞാനില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും എനിക്ക് പറയാൻ, ഞാൻ പൊതുവേ എൻ്റെ വിഷമങ്ങൾ ഈ ഒരു ചാനലിലൂടെ ഒന്നും ഷെയർ ചെയ്യാറില്ല. അല്ലെങ്കിൽ എൻ്റെ അനുഭവം അതൊരു ഹാർഡാണെങ്കിൽ അത് ഞാൻ പറയില്ല. പക്ഷെ ഒന്ന് മാത്രം പറയാം, നമ്മൾ പ്യുവറായിട്ട് ഇന്നസെൻ്റായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ എത്തിച്ചേരും. അത് ഞാൻ പറയാം കേട്ടോ. സോ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവിടെ നമുക്ക് മാറ്റി നിർത്താം. നമുക്ക് നിങ്ങൾ ചോദിച്ചു എന്നെ ആരാണ് പഠിപ്പിച്ചതെന്നുള്ളതാണ്. ആദ്യം എൻ്റെ അരങ്ങേറ്റം കഴിയുന്നത് ഗുരുവായൂർ വെച്ചിട്ട് തന്നെയാണ്. തൃശ്ശൂർ ജനാർദ്ദനൻ മാഷെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. യൂട്യൂബിൽ ഒരുപാട് മാഷിൻ്റെ പദങ്ങൾ, കീർത്തനങ്ങൾ, അത് വർണ്ണങ്ങൾ, അത് കുച്ചിപ്പുടിയുടെ ആയാലും മോഹിനിയാട്ടത്തിൻ്റെ ആയാലും അതുപോലെ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യത്തിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ആളുടെ മ്യൂസിക് ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ തൃശ്ശൂർ ജനാർദ്ദനൻ മാഷിൻ്റെ വൈഫ് അന്ന് പാലക്കാട് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അരങ്ങേറ്റം അവിടെയാണ് കഴിയുന്നത്. പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞതോടുകൂടി അവർ വീട് ഷിഫ്റ്റ് ചെയ്ത് തൃശ്ശൂരിലേക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പാലക്കാട് തൃശ്ശൂർ എന്നുള്ളത് അന്ന് ഞാൻ സ്കൂൾ ടൈം ആയിരുന്നു. എനിക്ക് ട്രാവൽ ചെയ്ത് സൺഡേ പോകാനൊന്നും ഞാൻ അതും നോക്കി കേട്ടോ, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ട്രാവലിംഗ് നല്ല ബുദ്ധിമുട്ടാണ്. അന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ മേ ബി ട്രാവൽ ചെയ്ത് പോയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ അവിടെ വീണ്ടും ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് ഞാൻ പറയില്ല, വീണ്ടും ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇവിടെയാണ് എൻ്റെ അരങ്ങേറ്റം എന്നുള്ളത് കഴിയുന്നത് കേട്ടോ. അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. വിഷമം എന്ന് പറഞ്ഞാൽ അതൊരു കാര്യത്തിന് വേണ്ടിയിട്ടോ, കുറച്ച് പേരുടെ മേലുള്ള വാശിക്കാണ് എനിക്കും ഒരു ഡാൻസ് ടീച്ചർ ആവണം എന്ന് തോന്നിയത്. പക്ഷെ അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കലാമണ്ഡലത്തിലോട്ടാണ്, 10ാം ക്ലാസ് കഴിഞ്ഞതും. പക്ഷെ അവിടെ കലാമണ്ഡലത്തിൽ അങ്ങനെ എടുക്കില്ല. വള്ളത്തോൾ നാരായണ മേനോൻ ചെറുതുരുത്തിയിലുള്ള കലാമണ്ഡലത്തിൽ 10ാം ക്ലാസ്സിന് ശേഷം അവിടെ എടുക്കില്ലായിരുന്നു. ഒന്നില്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നമ്മൾ പോയി ചേരണമായിരുന്നു, അല്ലെങ്കിൽ +1 +2 കഴിഞ്ഞിട്ട് ഡിഗ്രി അവിടെ പഠിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഡാൻസ് മാത്രമല്ല, എനിക്ക് കൂടെ നമ്മുടെ പഠിപ്പും കൂടെ കൊണ്ടുപോകണം. ഡാൻസിന് അത് മാത്രം ഫോക്കസ് ചെയ്യാതെ അതിൻ്റെ കൂടെ BComോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കൂടെ വേണമായിരുന്നു. അപ്പോൾ എനിക്ക് ഡിഗ്രി അവിടെ പഠിക്കാൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ +1 +2 അവിടത്തേക്ക് എടുക്കും, അത് അങ്ങനെയും പറ്റില്ല, അതും ഒരു സിറ്റുവേഷനാണ്. സോ അവിടുന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ പഠിക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വഴി. പക്ഷെ അപ്പം തന്നെ പെട്ടെന്ന് ഓർമ്മ വന്നു, ഇതുപോലത്തെ ഒരു സ്ഥാപനം, അതായത് കിള്ളിക്കുറിശി മംഗലം ലക്കിടിയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ഉണ്ട് എന്നുള്ളത്. സോ അവിടെ അന്ന് വെക്കേഷൻ കോഴ്സ് അങ്ങനെ കുറേ അധികം ഉണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ അവിടെ 3 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ അവിടെ ചേർന്നു. ഒന്നും ചിന്തിച്ചില്ല, എനിക്ക് അത്യാവശ്യം പാലക്കാട് നിന്ന് ദൂരമുണ്ട്, എന്നാലും ഞാൻ ഒന്നും ചിന്തിച്ചില്ല. അവിടെ ഞാൻ പോയിട്ട് അഡ്മിഷൻ എടുത്തു. അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതുപോലെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇനി ആരും ഇതിൻ്റെ ഡൗട്ട്സ് എന്നോട് ചോദിക്കരുത്, എങ്ങനെയാണ് അവിടെ പോയി ചേരുക എന്താണെന്നുള്ളതൊക്കെ. കാരണം ഇപ്പോൾ അവിടെ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ 3rd ഇയർ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ തന്നെ അവിടെ കുറേ അധികം മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ചധികം വർഷങ്ങളായി. ഇപ്പോൾ ഒരുപാട് അവിടെ നിയമത്തിലും കോഴ്സസിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ
കലാമണ്ഡലത്തിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിരുന്നു കിട്ടിയത്. അതും ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഇവിടുത്തെ എൻ്റെ ഗുരുക്കന്മാർ കലാമണ്ഡലം ബിന്ദു മോഹനകൃഷ്ണനും കലാമണ്ഡലം നിഷ നാരായണനും ആയിരുന്നു കേട്ടോ. സോ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ അവിടുത്തെ ഗുരുക്കന്മാർ. അവിടെ 3 വർഷത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. 3 വർഷം, 2 വർഷം മോഹിനിയാട്ടം, 1 വർഷം ഭരതനാട്യം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ട് പോയത്. അങ്ങനെ അവിടുന്ന് 3 വർഷത്തെ കോഴ്സ്, 3 വർഷം പറഞ്ഞാൽ ഒരു 3.5 വർഷം വരെ നീളും. നമുക്ക് ശരിക്കും ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഏകദേശം കുറേയധികം പിള്ളേർ, കുറേയധികം ഇപ്പോൾ കുറേ നിയമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. സോ എന്നോട് ചോദിക്കേണ്ട, നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണം അങ്ങനെയുള്ളവർ ഡയറക്റ്റായിട്ട് അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ എന്താ പറയുക സ്ഥാപനമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക. കാരണം ഇത് ഞാനിങ്ങനെ പറഞ്ഞാൽ പിന്നീട് എനിക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് അവിടുത്തെ അറിയില്ല. പിന്നീട് ഞാൻ അവിടെ ഇറങ്ങിയ ശേഷം എനിക്കതിനെപ്പറ്റി ഇപ്പോൾ കുറേ ഞാൻ പേപ്പറിലൊക്കെ വായിച്ചതാണ്, ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചതാണ്, കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ചെറുപ്പം മുതൽ ഡാൻസ് പഠിക്കുന്ന വ്യക്തി തന്നെയാണ്. ചെറുപ്പത്തിലൊന്നും എനിക്ക് അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റോ, എന്ത് പഠിപ്പിക്കണം, എന്ത് സ്റ്റേജിൽ കയറി കളിക്കണം, എന്താ പാട്ട്, എന്താ താളം, എന്താണ് ഋതം, ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ പോയിട്ട്, അതായത് എൻ്റെ ഗുരുക്കന്മാരായ ബിന്ദു മോഹനകൃഷ്ണനും അതുപോലെ നിഷ നാരായണൻ, ഇവർ രണ്ടും ഞാൻ ടീച്ചേഴ്സിനാണ് കേട്ടോ വിളിക്കുക. എനിക്ക് പേര് പറയുമ്പോൾ അതാണ് ഇങ്ങനെ വരുന്നത്. സോ അവർ വീഡിയോ കാണുമോ എനിക്കറിയില്ല. എനിക്കിപ്പോഴും അവരെ ഭയങ്കര പേടി വിത്ത് റെസ്പെക്റ്റ് ആണ് കേട്ടോ. സോ അവരുടെ കയ്യിൽ നിന്നാണ് എങ്ങനെ ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കാം, എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഒരു പരിധി വരെയൊക്കെ പഠിച്ചതും അതിനും ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ആ 3 കൊല്ലം എൻ്റെ ആ ജേർണിയിൽ എൻ്റെ മാത്രമല്ല കുറേ കുട്ടികളുടെ ജേർണിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരോടും ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കേരള കലാമണ്ഡലത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടുക. നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കലാമണ്ഡലം ചന്ദനവർണ്ണ എന്ന് വേണമെങ്കിൽ പേര് വയ്ക്കാം. പക്ഷേ ഞാൻ എന്തുകൊണ്ട് പേര് വയ്ക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കെന്തോ അങ്ങനെ വെക്കാൻ തോന്നുന്നില്ല. കുറേ പേര് വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ കുറേയധികം പേര് ഡാൻസ് ടീച്ചേഴ്സ് തന്നെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഇറങ്ങി. എന്നിട്ടും ഞാൻ ഫുള്ളി മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കാനും മാത്രം വളർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ എവിടുന്ന് പഠിച്ചിറങ്ങി, ആരുടെ കീഴിൽ നിന്ന് പഠിച്ചിറങ്ങി, അതിലൊന്നും അല്ല നമ്മുടെ കാര്യം കിടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കാനും മാത്രം നമ്മൾ വളരുന്നു എന്നുള്ളതിലാണ് കേട്ടോ. സോ ഞാൻ തന്നെ എൻ്റെ കുറവുകൾ കണ്ടെത്താൻ വേണ്ടി തുടങ്ങി. ആ ഒരു സമയം, അതായത് ഞാനിവിടെ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ നേരെ ഞാൻ അവിടെ BCom പഠിക്കുന്നുണ്ട്. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊഴിഞ്ഞാമ്പാറയിൽ BCom ഗ്രാജുവേഷൻ അവിടെ 3rd ഇയർ അപ്പോൾ പഠിക്കുകയാണ് കേട്ടോ. സോ അവിടുന്നും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈവൻ 3rd ഇയറൊക്കെ ആയപ്പോൾ എൻ്റെ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചർ എന്നെ കൂടുതൽ സംസാരിച്ചതിനെ എണിപ്പിച്ച് നിർത്താറുള്ള ഒരാളാണ്. ആളെന്നെ അവിടെ വിളിച്ചിട്ട് എന്താ പറയുക, മോൾക്ക് ഡാൻസ് പഠിക്കണമെങ്കിൽ മോള് പഠിക്കണം, നന്നായിട്ടുണ്ട്, അതിനെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞൊരാളാണ്. സോ അവിടുന്ന് തൊട്ട് എൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഡാൻസിൽ എന്തോ ഒന്നുള്ളത് കൊണ്ടല്ലേ ടീച്ചേഴ്സ് അടക്കം, അതായത് സംസാരിക്കാത്തൊരു ടീച്ചർ എന്നെ വിളിച്ച് സ്റ്റാഫ് റൂമിലേക്ക് വരുത്തി. ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ. ഇനിയിപ്പം എന്തുവാ ഞാനിനി ക്ലാസ് കട്ട് ചെയ്തതിനോ, ഞാൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്യുമായിരുന്നു, ക്ലാസ് കട്ട് ചെയ്തതിനോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ അങ്ങനെ ആലോചിച്ചിട്ടാണ് പോയത്. നെഞ്ചൊക്കെ ബക്ക് നടിക്കുന്നുണ്ടായിരുന്നു. കാരണം 3rd ഇയർ ആണ്, നമ്മൾ ലാസ്റ്റ് കോളേജിൽ നിന്ന് പോകുന്ന നിമിഷം എന്തെങ്കിലും അപ്പോൾ അങ്ങനെ പോയതായിരുന്നു. പക്ഷെ അതല്ല, ഇത് പറയാനായിരുന്നു വിളിച്ചത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. സോ അതിനുശേഷം പിന്നെ കോളേജ് കംപ്ലീറ്റ് ആയി ഇറങ്ങുന്നതും കോവിഡും ഒരേ സമയത്തായിരുന്നു. സത്യത്തിൽ ഈ ഒരു കോവിഡ് വന്നതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ ഡാൻസ് ടീച്ചറായി. ഒരുപാട് ജോലി അന്വേഷിച്ചിരുന്നു, 2 ജോലി കിട്ടിയിരുന്നു. അത് വേറൊരു കഥയാണ്, അത് പിന്നെ എപ്പോഴെങ്കിലും പറയാം. സോ ആ 2 ജോലിയും എനിക്ക് പറ്റിയതായിരുന്നില്ല. റീസെൻ്റ്ലി കൂടെ എനിക്കൊരു ജോലി കിട്ടിയിരുന്നു കേട്ടോ. അത് കളക്ട്രേറ്റിലായിരുന്നു. ഞാൻ പറയുമ്പോൾ തള്ളലായിട്ട് തോന്നും, അതുകൊണ്ട് ഇവിടെ ഞാൻ അതിൻ്റെ ഇത് കൊടുക്കാം. കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാലം ഇങ്ങനെ ബട്ടർഫ്ലൈ ആയിട്ട് പറന്ന് നടന്ന എന്നെ ഇനി എനിക്കൊരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റുന്നു. മേ ബി സാഹചര്യം കൊണ്ട് മേ ബി ഫ്യൂച്ചറിൽ ഞാൻ വർക്ക് ചെയ്തേക്കാം, പറയാൻ പറ്റില്ലല്ലോ സാഹചര്യം. പക്ഷെ അറ്റ് ദ മൊമെൻ്റ് എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. സോ അങ്ങനെയാണ് കോവിഡാണ് എന്നെ ശരിക്കും എൻ്റെ ലക്ഷ്യത്തിലേക്ക്, ഡാൻസ് എന്നിലേക്ക് അടുപ്പിച്ചത്. ഡാൻസ് എന്നെ തേടി വരികയായിരുന്നു. കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലുണ്ട്. അങ്ങനെ വീട്ടിൽ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ.
പക്ഷെ അതും വീട്ടിൽ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ചിലവരുടെ ബിഹേവിയർ കൊണ്ട് മാത്രം എൻ്റെ ഡാൻസ് ക്ലാസ് തന്നെ ഒരു ട്രോമ കൊണ്ട് ഞാൻ നിർത്തിയതാണ് കേട്ടോ. പക്ഷെ അവരോട് ഞാൻ നന്ദി പറയുന്നു. അന്ന് അവരെയൊക്കെ നിർത്തിയത് കൊണ്ടാണ് എനിക്ക് ലണ്ടനിൽ പോകാൻ വേണ്ടി ചാൻസ് കിട്ടിയത് എന്ന് ഓർക്കണം. എല്ലാവരും അല്ല, വീട്ടിൽ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് സ്വീറ്റ് ആയിട്ടുള്ള പിള്ളേരും അവരുടെ പാരൻസും അടിപൊളിയായിരുന്നു. എന്നാൽ എൻ്റെ അടുത്ത് ഇൻഡീസൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്ത കുറച്ച് പാരൻസും കുട്ടികളും ഉണ്ടായിരുന്നു. സോ അതൊന്നും ഞാനിവിടെ തൽക്കാലം പറയുന്നില്ല കേട്ടോ. സോ അങ്ങനെ വീട്ടിൽ അതുകൊണ്ടാണ് ഡാൻസ് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു കാരണം. പിന്നെ എനിക്ക് തോന്നി, പിന്നെ അതിന് ശേഷം എനിക്ക് തോന്നി ഒരു നല്ലൊരു സ്പേസ് കിട്ടിയിട്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നി. പിന്നെ ഞാൻ ഓൺലൈൻ ടീച്ചിങ് തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ ഇനിയും ഡെവലപ്പ് ആവാനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് സമയത്ത് ഒരുപാട് വലിയ വലിയ ഡാൻസ് ടീച്ചേഴ്സൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ കൂടുതലും കണ്ടത് തമിഴ്നാട്ടിലുള്ള ഡാൻസ് ടീച്ചേഴ്സിൻ്റെ വർക്ക്ഷോപ്പാണ്. അവരൊക്കെ കുറേയധികം ക്ലാസ്സസ് നടത്തിയിരുന്നു. ഞാൻ ഫീസ് കൊടുത്തിട്ടും അതുപോലെ കുറേയധികം ഡോക്യുമെൻ്ററി ഉണ്ട്. അതൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ കണ്ട് കുറേയൊക്കെ എന്നെ ഡെവലപ്പ് ചെയ്തു. എന്തൊക്കെ ഡാൻസിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ പഠിക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു സ്ഥലത്ത് സത്യത്തിൽ ഇവരൊക്കെ എന്നെ പഠിപ്പിച്ചതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണെങ്കിലും നമ്മൾ ഡാൻസ് എന്നുള്ളത് ആർട്ടാണ്. ഒരിക്കലും പഠിച്ചാൽ തീരില്ല. വീണ്ടും 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 നമ്മളെ ഡെവലപ്പ് ചെയ്താലേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ അധികം തമിഴ്നാട്ടിലുള്ള ഒട്ടുമിക്ക ഡാൻസ് ടീച്ചേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ അവർ വീക്ക്ലി സൺഡേസ് ഒക്കെ വർക്ക്ഷോപ്സ് വെക്കും. അവരുടെ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡോക്യുമെൻ്ററി ഞാൻ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന വീഡിയോസൊക്കെ കോപ്പി ചെയ്തിട്ട് ഞാൻ അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നി ഞാൻ കുറച്ച് ഡെവലപ്പായി എന്നുള്ളത്. പിന്നെ ഒരു കോമ്പറ്റീഷൻ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നു. അതായത് ഒരു ഡാൻസ് വീഡിയോന് ഒരു ഇവിടെ നടത്തിയതാണ് നോർത്തിൽ. അപ്പോൾ ഞാൻ ആ കോൺടെസ്റ്റിലേക്ക് എന്തെങ്കിലും അതൊരു കോമ്പറ്റീഷനിലേക്ക് ഞാൻ എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തു. അന്ന് എനിക്ക് പ്രൈസ് മണി ആയിട്ട് സെക്കൻഡ് പ്രൈസ്, അന്ന് എൻ്റെ ബാങ്കിൽ 100 രൂപയായിരുന്നു ബാലൻസ്. അന്ന് എനിക്ക് 5000 രൂപ പ്രൈസ് മണി ആയിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം അപ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് എന്തോ ഒരു കഴിവില്ലെങ്കിൽ ഇത് കിട്ടില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് മോട്ടിവേഷൻ. ആ 5000 രൂപയിൽ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോസ് എടുക്കണോ, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യണോ, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണോ, ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്യണോ. അന്ന് ടിക്ടോക്കൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ പേര് കളിയാക്കിയിട്ട് ഇവൾക്ക് ഇതേ പണിയുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിയവരുമുണ്ട്. പക്ഷെ അവരോട് ഞാൻ ഇന്ന് നന്ദി പറയുന്നു. കാരണം ഇന്ന് ഞാൻ അവർ കളിയാക്കിയതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. അതിൻ്റെ തെളിവല്ലേ ഇന്ന് ഞാൻ എൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റം നടത്തിയത്. അങ്ങനെ പിന്നീട് വീഡിയോസ് ഇടണം. അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ലണ്ടനിൽ നിന്ന് എന്നെ അവർ കോണ്ടാക്ട് ചെയ്യുന്നതും ഞാൻ ലണ്ടനിലേക്ക് പോകുന്നതും. സോ അതവിടെ നിൽക്കട്ടെ. സോ ഇങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കുറേ ടീച്ചേഴ്സിൻ്റെ വീഡിയോ, കുറേ ടീച്ചേഴ്സ് കേട്ടോ. പേര് പറയാൻ തുടങ്ങിയാൽ തമിഴ്നാട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും ഭരതനാട്യത്തിന് ഓരോന്നിനും വ്യത്യസ്തമായ അങ്ങനെ കുറേ പേരുടെ ടീച്ചർ. അപ്പോഴാണ് എനിക്കതിൽ മനസ്സിലായത് കുറച്ചും കൂടെ നമ്മൾ ഫ്ലെക്സിബിൾ ആവണം എന്നുള്ളത്. അങ്ങനെ ഞാൻ കളരി പഠിക്കാൻ വേണ്ടി പോയി. കളരി ആശാനോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഡാൻസറാണ്, ഡാൻസ് വിടെ. അപ്പോൾ സാർ എന്നെ കണ്ടതും എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുക, നീ ഉറപ്പായിട്ടും നീ വലിയ ഡാൻസ് ടീച്ചറാവും, ഉറപ്പായിട്ടും നീ കുറേ കുട്ടികളെ പഠിപ്പിക്കും, നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല, നീ പുറത്ത് പോകേണ്ട ആളാണ്. ഇങ്ങനെയൊക്കെ ആൾ വെറുതെ പറയുമായിരുന്നു. ആൾ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ ആളുടെ ബ്ലെസ്സിങ്സ് ഒരുപാട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് എനിക്ക് പറയാൻ, കളരി പഠിച്ചതോടെ ഞാൻ ഫ്ലെക്സിബിളായി, കുറച്ചും കൂടെ സ്ട്രോങ് ആയി. അതൊക്കെ ഞാൻ പറയട്ടോ. അവിടുന്നും കുറച്ച് ഞാൻ ഡെവലപ്ഡായി. സോ കളരി പഠിച്ചു. അതിനുശേഷം പിന്നെ കഥകളി ആകെ ഒരു 3 മാസേ പഠിക്കാൻ പറ്റിയുള്ളൂ. കാരണം അവിടുത്തെ ആ ആശാൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. കഥകളി ആശാൻ്റെ ഞാൻ കളരി പഠിച്ചത് കൈരളി കളരി സംഘം ചന്ദ്രനഗർ ഉള്ളതാണ് കേട്ടോ. അവിടെ ഞാൻ ഏകദേശം മോർ ദാൻ 1 ഇയറോളം പഠിച്ചിരുന്നു. ഇപ്പോഴും പഠിക്കാൻ പോകണമെന്നുണ്ട്, പക്ഷെ മടിയാണ്, അത്രേ ഉള്ളൂ. അടുത്തത് കഥകളിയാണ്. കഥകളി 3 മാസം പഠിച്ചു. പിന്നെ സാറ് വരുന്നത് ഞാനിപ്പോൾ സൺഡേ പോയാൽ ചിലപ്പോൾ സാറ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരേണ്ടി വരും. വീണ്ടും ഞാൻ അടുത്ത ആഴ്ച പോകുമ്പോൾ ചിലപ്പോൾ സാറ് ഉണ്ടാവില്ല. അങ്ങനെ ടൈമൊന്നും ശരിയാവാതെയാണ് കഥകളി നിർത്തേണ്ടി വന്നത്. പക്ഷെ ആ പഠിച്ച ക്ലാസ്സിലും കഥകളിയിൽ എൻ്റെ എക്സ്പ്രഷനൊക്കെ ഇപ്പം നിങ്ങൾ
എൻ്റെ എക്സ്പ്രഷനൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കഥകളി പഠിച്ചപ്പോഴാണ് സാറ് എനിക്ക് പറഞ്ഞു തന്നു, മോഹിനിയാട്ടത്തിലും കഥകളിയിലും ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ ഇത്ര എക്സ്പ്രഷൻ ഇട്ടാൽ മതി, ഒരുപാട് എക്സ്പ്രഷൻ ഇടണ്ട, മുദ്രകളൊക്കെ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, ഇങ്ങനെയല്ല, അങ്ങനെ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവില്ല. അതൊക്കെ മോഹിനിയാട്ടത്തെയൊക്കെ കറക്റ്റാക്കി തന്നതൊക്കെ സാറായിരുന്നു കേട്ടോ, ഒരു 3 മാസത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഡെവലപ്ഡായി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ലണ്ടനിൽ നിന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്. അതായത് അങ്ങ് ലണ്ടനിൽ നിന്ന് ഇങ്ങിവിടെ കൊച്ചു ഗ്രാമത്തിലിരിക്കുന്ന എന്നെ തേടിയിട്ട് വരികയാണ്, ഡാൻസ് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ പിന്നെ വേറെ ഡാൻസ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവളുടെ അടുത്ത് വന്നേന്നുള്ളത്. അതേ ചോദ്യം ഞാനും ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നിൻ്റെ ഡാൻസ് ക്ലാസ്സാണ് എനിക്കിഷ്ടം, നിന്നെയാണ് എനിക്കിഷ്ടം എന്നുള്ളത്. ആ ഒരു ടീച്ചറോട് ഞാൻ എന്ത് പറയണം. മോർ ദാൻ 40 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക്. 40 വർഷത്തോളം ബാലെ, ടാപ്പ്, ജാസ്, ഹിപ്പ് ഹോപ്പ്, പിന്നെ യുക്രൈൻ ഡാൻസ്, റഷ്യൻ ഡാൻസ്, ചൈനീസ് ഡാൻസ്, തായ്ലാൻഡ് ഡാൻസ്, അങ്ങനെ ലോകരാഷ്ട്രങ്ങളിലുള്ള ഒട്ടുമിക്ക ഡാൻസ് ഫോംസും ആൾ പഠിച്ചിട്ടുണ്ട്. ആൾ പഠിക്കാത്ത 2 ഫോംസ്, 1 മോഹിനിയാട്ടം, 2 കഥകളി, പിന്നെ ഭരതനാട്യവും അവർ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ ഡാൻസ് അവർക്ക് ഇഷ്ടമായി, എൻ്റെ എക്സ്പ്രഷൻ അവർക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്ത് അവരുടെ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ച് എന്നെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അവരുടെ സ്കൂളിൽ നിന്നാണ് ഒരു പഠിക്കാത്ത കുട്ടിയെ പോലും നമ്മൾ എങ്ങനെ ഡാൻസ് പഠിപ്പിക്കാം എന്നുള്ളത് ഞാൻ പഠിച്ചത്. പിന്നെ അവരെനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഡാൻസ് എന്ന് പറഞ്ഞാൽ ചില സമയം നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരു കുട്ടിക്ക് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അവൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിനക്ക് കിട്ടുന്നില്ല പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയല്ല വേണ്ടത്. അവളുടെ എബിലിറ്റി എന്താണ് അതിനനുസരിച്ച് അവളെ പഠിപ്പിച്ച് അവളുടെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ആ ടീച്ചർ എന്നെ പഠിപ്പിച്ചത് കേട്ടോ. ആളോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഗ്രേറ്റ്ഫുൾ. കാരണം എങ്ങനെ ഒരു കുട്ടിയെ പഠിപ്പിക്കണം, അത് മാത്രമല്ല എൻ്റെ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു. അതുപോലെ എൻ്റെ അലൈൻമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്തു. ബാലെ എന്ന് പറയുന്നത് ഒരു വേറെ ഡാൻസ് ഫോം ആണെങ്കിൽ പോലും അതിലുള്ള കുറച്ച് ടെക്നിക്സൊക്കെ ഭരതനാട്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു ടെക്നിക്സൊക്കെ എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നു. അതുപോലെ അവരുടെ ക്ലാസ്സസിലൊക്കെ എന്നെ കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ നിന്നാണ് ഒരു ട്രെയിനിങ് പോലെയായിരുന്നു ഒരു ഡാൻസ് സ്കൂൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഞാൻ എവിടുന്ന ട്രെയിൻ ചെയ്ത അങ്ങ് ദൂരെ ലണ്ടനിൽ നിന്ന്. സോ ഡാൻസ് ഫ്രം ലണ്ടൻ അങ്ങനെയൊക്കെ എനിക്ക് പറയാം. കാരണം അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഡാൻസർ എന്നുള്ള നിലയിൽ ഇത്രയും അധികം ഡാൻസ് ഫോംസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഞാൻ പോയി പെട്ടു. അതിപ്പോഴും ആലോചിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് എവിടെ കടപ്പാട് പറയണ്ടേന്നറിയില്ല. അതാണ് പറയുന്നത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം ഉറപ്പായിട്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. സോ അവിടുന്ന് ഞാൻ പഠിച്ചു വരുമ്പോൾ അവരെന്നെ കൊണ്ട് പറഞ്ഞു, നീ ഉറപ്പായിട്ട് നീ വലിയൊരു ഡാൻസറാവും, നീ കുറേ പേരെ പഠിപ്പിക്കും. അതുപോലെ തന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. എന്നെ വിശ്വസിച്ച് കുറച്ചധികം പേര് ഓൺലൈനിലുണ്ട്. ഓക്കെ, അവരെയൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവനാണ് ഞാൻ കുറേ പേർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഉറപ്പായിട്ടും വലിയ വലിയ വേദിയിലും ഇന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ അടുത്ത് പഠിച്ച എല്ലാ കുട്ടികളും നിങ്ങൾ പറയുകയാണ് ഒന്ന് ഒറ്റയ്ക്കൊരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ അവർ ഉറപ്പായിട്ട് കളിക്കും. കാരണം അത്രയും കോൺഫിഡൻസോടെയാണ് അവർ പഠിച്ച് വളർന്നത്. ഞാൻ എൻ്റെ കാര്യത്തിൽ 100% എഫിഷ്യൻസി കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ പബ്ലിസിറ്റി ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് എവിടെയും പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. കാരണം എന്തോ എനിക്ക് കൊടുക്കാൻ തോന്നാറില്ല. ഇങ്ങോട്ട് ഇഷ്ടം പ്രകടിപ്പിച്ച് വരുന്നവരെ ഞാൻ പഠിപ്പിക്കാൻ നോക്കും. സോ അങ്ങനെയാണ് എൻ്റെ ഒരു ജേർണി ഉള്ളത്. സോ ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിറങ്ങിയ ശേഷം കളരി പഠിക്കാൻ പോയി, കഥകളി പഠിക്കാൻ പോയി, അതിന് ശേഷം ലണ്ടനിലോട്ട് പോയി. ഇവിടെ നിന്നൊക്കെയാണ് എനിക്ക് ഡെവലപ്മെൻറ്റ് ഒരുപാട് ഉണ്ടാക്കി. ഇതൊക്കെയാണ് എന്നെ ഒരു ഡാൻസ് ടീച്ചറാക്കി മാറ്റിയത് കേട്ടോ. സോ നിങ്ങൾ ചോദിച്ചതിനുള്ള ആൻസേഴ്സൊക്കെ ആയി എന്ന് തോന്നുന്നു. എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ അല്ലേ. സോ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത് ലണ്ടൻ എന്ന് പറയാൻ കാരണം എന്താ പറയുക, അവിടെ അവരെനിക്ക് ബോൺസിൻ്റെ നമ്മുടെ ഏത് ബോണാണ് നമ്മുടെ പ്രഷർ പോയിന്റ്, നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ അരമണ്ഡലത്തിൽ ഇരുത്തുക, ഇതൊക്കെ അവരെന്നോട് അതായത് ബാലയിലും നമ്മളിങ്ങനെ അരമണ്ഡലത്തിൽ ഇരുന്ന് ഒരു സാധനം ചെയ്യും, ഇങ്ങനെ ഇരുന്ന് അതിനെന്തൊക്കെയോ പേരുണ്ട് കേട്ടോ, ഷാസെക്കു പേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മ്യൂസിക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്ന ഒരുപാട് ടെക്നിക്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ഈസി ആയിട്ട് വേറെ വേറെ കൊറിയോ ചെയ്യും, അവരുടെ കൊറിയോഗ്രഫി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ചെറിയ ചെറിയ ഡാൻസസ് ഒക്കെ, അതായത് ഒട്ടും പഠിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാലും അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്
ഞാൻ ഭയങ്കര ബിലീവാണ്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. സോ അങ്ങനെ എന്നെ ആക്കി മാറ്റിയത് അവരെന്നെയാണ്. അവരെന്നെ പഠിപ്പിച്ചിട്ടില്ല, അവരെൻ്റെ മേ ബി ഗുരു, അവരെന്നെയാണ് ഗുരുവായിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഞാൻ അവരെയാണ് ഗുരുവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം 40 വർഷത്തോളം ഒരു ഡാൻസ് സ്കൂൾ കൊണ്ട് നടക്കുക, ഒരുപാട് ഡാൻസ് ഫോംസ് പഠിപ്പിക്കുക, അത് പറഞ്ഞാൽ ഡാൻസിൻ്റെ മാജിക് വേൾഡ്, എവിടെ നോക്കിയാലും ഡാൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. 2 കൊല്ലം അവിടേക്ക് പോയി. പിന്നെ എന്തുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വീണ്ടും ചോദിക്കുന്നത്. ഞാൻ പോകുന്ന സമയത്ത് അവർക്ക് അമ്മ അച്ഛനൊക്കെ, വയസ്സായ അമ്മയും അച്ഛനൊക്കെ ആയിരുന്നു. അത് ഹാപ്പി ആയിട്ടാണ് പോയത്. അവരുടെ അമ്മയും അച്ഛനും മരിച്ചുപോയി, 2 പേരും മരിച്ചുപോയി കഴിഞ്ഞ 2 വർഷത്തിന് മുന്നേ ആയിട്ട്. അതിനുശേഷം അവർക്ക് കുറച്ച്, അവരറിയാലോ അവിടെയൊക്കെ അങ്ങനെയാണ്, അതിനുശേഷം അവർ കുറച്ച് ഓക്കെ അല്ല. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവർക്കും റിട്ടയർമെൻ്റ് ഒക്കെ ആവാനുള്ളൊരു പ്രായവും കാര്യങ്ങളൊക്കെ ആയി. അവരുടെ ഫാമിലി, അവർക്ക് 2 പേരക്കുട്ടികളായി. അങ്ങനെ കുറച്ച് അവരുടെ ഫാമിലി വേറെ തരത്തിൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്താലും എനിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ഈ മാരേജ് കഴിഞ്ഞിട്ടില്ല, ലൈക്ക് അവർക്ക് പേരക്കുട്ടികളായിട്ടില്ല, അമ്മ അച്ഛൻ അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ കുറച്ച് 2 പേരുടെ ഈ ഫാമിലിയിൽ ഡിഫറൻസ് വന്നു. പക്ഷെ വീണ്ടും ഞങ്ങൾ കാണുമായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. സോ അങ്ങനെയാണ്. പിന്നെ ഓൺലൈനിൽ എനിക്ക് ഫ്രാൻസിൽ നിന്നുള്ള കുട്ടികളുണ്ട്, USA എന്നുള്ള കുട്ടികളുണ്ട്. ഇവരൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട് കേട്ടോ. കോവിഡ് സമയത്ത് ഒരുപാട് പുറത്തുനിന്നുള്ള സ്കൂൾസുമായിട്ട് എനിക്ക് കണക്ഷൻ കിട്ടി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരുപാട് പേരുമായിട്ട് ഇപ്പോഴും അവരുമായിട്ട് കുറേ പേരുമായിട്ട് കണക്ഷൻ ഉണ്ട്. സോ അതിനോടൊക്കെ ദൈവത്തിനോട് നന്ദി പറയുന്നു. സോ എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് പഠിച്ച എല്ലാ പിള്ളേർക്കും ഞാനൊരു 100% തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെയും വിശ്വാസം. സോ ഇതാണ് എൻ്റെ ഒരു ഡാൻസിൻ്റെ ജേണി. ഞാൻ എവിടെ പഠിച്ചു, എന്ത് പഠിച്ചു, ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ പറയുമായിരിക്കും. സോ യെസ്, നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.